നമ്മുടെ മൊത്തം ഇന്ത്യയിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, പല കാലങ്ങളായിട്ട് നമ്മുടെ പല യൂണിവേഴ്സിറ്റികൾ, പല സാംസ്കാരിക ഇടങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ഇടങ്ങളും പേര് മാറ്റിയിട്ട് പുതുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ചരിത്രത്തെ വളച്ചൊടിക്കലാണ്. കാലങ്ങളായിട്ട് ഇത് ആരുടെ പേരിലാണോ അതങ്ങനെ വന്നിട്ടുള്ളത് അതിനെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ പേര് കൊടുത്ത് അതിനെ പുതുക്കി പണിയുന്നത് പോലെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ രീതിയിലും. കേരളത്തിൽ കടക്കാൻ ശ്രമിക്കുന്തോറും അതിന് ഒരുപാട് പരിമിതികളുണ്ട്. കേരളത്തിലുള്ള ജനങ്ങൾ അത്രത്തോളം ഒരു വർഗീയതയെ സ്വീകരിക്കുന്ന ആളുകളായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവർ വിദ്യാഭ്യാസ മേഖലയിലടക്കം പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ട് മുസ്ലിം എന്നും ഹിന്ദു എന്നും ഒക്കെ വേർതിരിച്ച് കാണിക്കുകയും അതിനനുസരിച്ച് ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയും മറ്റു കുട്ടികളെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അധ്യാപകരാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റാതെ മതത്തിൻ്റെ പേരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു കഴിവുകേടായിട്ട് തന്നെയാണ് കാണുന്നത്. വർഗീയത കൊണ്ട് മനുഷ്യനെ അകറ്റി ഭരിക്കാമെന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള അജണ്ടകൾ ഇവിടെ ചെറിയ കുട്ടികളിൽ അടക്കം ഉണ്ടാകുന്നു എന്ന ദയനീയ കാഴ്ചയുണ്ട്. അത് സങ്കടകരം തന്നെയാണ്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സൊസൈറ്റീൻ്റെ ഫോർത്ത് പില്ലർ എന്നറിയപ്പെടുന്ന അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒന്നായിരുന്നു മാധ്യമ സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരുപാട് മാധ്യമങ്ങൾ വീഡിയോ യൂട്യൂബ് ചാനലുകൾ അടക്കമുള്ള ആളുകൾ മാധ്യമ പ്രവർത്തകരായിട്ടാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞു. ബിഗ് ബോസ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിക്കെതിരെ ഒരു വക്കീൽ കേസ് കൊടുത്തതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നടക്കുന്ന സംഭാഷണങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ബിഗ് ബോസ് ഇപ്രാവശ്യം കണ്ടിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് ഓരോ ക്ലിപ്സ് കാണുമ്പോൾ നമുക്കത് വളരെ മോശമായിട്ട് തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടികൾ അത്രത്തോളം ബിഗ് ബോസ് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെയാണ് മാധ്യമങ്ങളുടെ, ഇപ്പം നിങ്ങൾ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞു തുടങ്ങിയോണ്ട് ഞാൻ പറയുകയാണ്, പല മോശമായ രീതിയിൽ യൂട്യൂബ് ചാനൽ, ഒരു ചാനലിൻ്റെ പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ചാനൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട് എന്തും പറയുന്ന എന്തും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്നുള്ളത്. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന 2 പേര്, അലൻ ജോസ് പെരേരയും അവരൊക്കെ പറയുന്ന ലാംഗ്വേജും, അവർ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് മോശമായിട്ടുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടും ഇതിനോടൊന്നും ഒരാളും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുകയോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഇതിങ്ങനെ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ കാണുന്നില്ലേ? കുട്ടികളുടെ കയ്യിലാണ് മൊബൈൽ, സോഷ്യൽ മീഡിയ, യൂട്യൂബ് ചാനലൊക്കെ നിരന്തരം കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കുട്ടികൾ ഇതൊക്കെ കാണുന്നു. ഇതിനെതിരെ ഇത് നിരോധിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊണ്ടുവരരുത് എന്ന് പറയാനോ ഒന്നും ഇവിടെ ഒരു അധികാരികളെയും നമ്മളാരും കാണാറില്ല. മാത്രമല്ല, മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് ഒരു ഏത് സ്ഥലത്താണ് മാധ്യമങ്ങൾ കടന്ന് ചെല്ലേണ്ടാത്തത് എന്ന് പോലും അറിയാത്ത രീതിയിൽ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു നിയന്ത്രണമൊക്കെ വരേണ്ടത് അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് പോലെയുള്ളൊരു ചാനൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറേ വർഷം പഴക്കമുള്ള ഒരു ചാനലാണ്. ആ ചാനലിൽ നടക്കുന്ന ഒരു ഷോയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ആ ചാനലിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത്രയും മത്സരാർത്ഥികൾ അതിലേക്ക് പോകുന്നത്. അതിനിടയിൽ മോശമായ വാക്കുകൾ പലപ്പോഴും പല ഘട്ടങ്ങളിലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു അതിനെ തിരുത്തുകയും അതിനെതിരെ പറയുകയും ഒക്കെ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് പിന്നെ സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹിത്യം എന്ന രീതിയിൽ മാത്രമൊന്നുമല്ല. ഞാൻ വിചാരിക്കുന്നത് ഏത് മേഖലയിൽ സ്ത്രീകൾ പ്രവർത്തിക്കുന്നോ ആ മേഖലയിലൊക്കെ സ്ത്രീകളെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു പുരുഷ സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അവർക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമില്ലാതെ അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അതിനെ നിർബന്ധിക്കുകയോ ചെയ്യുന്നിടത്താണ് തെറ്റ്. അവർക്കതിന് താല്പര്യമുണ്ട്, അവർക്കത് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അവർ പോയിക്കോട്ടെ, അവർ ചെയ്തോട്ടെ, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതല്ലാതെ ഒരു വ്യക്തിനെ നിർബന്ധമായിട്ട് ഏതെങ്കിലും രീതിയിൽ മാനസികമോ ശാരീരികമോ ആയി ഉപദ്രവിക്കുന്നതിനെതിരെയാണ് ഞാനെപ്പോഴും പറയാറുള്ളത്. അവരുടെ താല്പര്യമില്ലാതെ അവരെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എനിക്ക് ഈ ബിഗ് ബോസിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഖിൽമാരാർ അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നു. അഖിൽമാരാർ പറയുന്നതിന് എതിരായിട്ട് അതിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള നാദിറ, റിനോഷ് തുടങ്ങിയ ആളുകൾ പറയുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി ക്ലാരിറ്റിയോട്, അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി എല്ലാം ശക്തമായി തുറന്നു പറയുന്ന വ്യക്തിയാണ്. അതിപ്പം ബിഗ് ബോസിൽ പോയതിന് മുമ്പൊന്നുമല്ല, ബിഗ് ബോസ് പോയതിന് ശേഷമൊന്നുമല്ല, അതിന് മുമ്പ് അഖിൽമാരാർ സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പേരടക്കം ചൂണ്ടിക്കാണിക്കാത്തത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ബാക്കി അതിൽ ഒരുപാട് ലേഡീസ് പങ്കെടുത്ത് പോയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഓരോരുത്തർ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ അങ്ങനെ സംശയിക്കുന്നു, എന്നെ ആളുകൾ അങ്ങനെ പറയുന്നു, അവരിങ്ങനെയാണ് പോയി പറയുന്നത്. അതും ഒരു സ്ത്രീയുടെ ഗതികേടാണ് എന്ന് ആലോചിക്കണം. ഒരാളിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരാളിങ്ങനെ പോയിട്ടുണ്ട് എന്ന് പേര് പറയാതെ പറയുമ്പോൾ ബാക്കി അതിൽ പങ്കെടുത്തിട്ടുള്ള ജെനുവിനായിട്ട് പങ്കെടുത്തു എന്ന് മനസ്സിൽ തോന്നുന്ന ആളുകൾക്ക് ബാക്കിയുള്ളവർ പറയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടാവില്ലേ? അപ്പം അതിന് അഖിൽമാരാർ അത്രയും ധൈര്യത്തോടെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് മടിക്കേണ്ട ആവശ്യം? ആ വ്യക്തികളെയും പറയണം, അവർ തന്നെ പുറത്ത് വരണം. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ വരണം. അല്ലാതെ ഈ സമൂഹം അതറിയില്ല, അതറിഞ്ഞിട്ട് അതിനോടൊപ്പം നിൽക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഇന്നുണ്ട്. ഒരാളുടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒപ്പം നിൽക്കാനും അതിനോടൊപ്പം നിന്ന് പ്രതികരിക്കാൻ ഉള്ള ഒരു സൊസൈറ്റി കൂടിയാണിത്. അപ്പം അവനവനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറയണം തന്നെയാണ്. തുറന്ന് പറയുന്നതാണ് ഇനിയുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെയൊക്കെ മക്കളൊക്കെ അനിയത്തിമാരും ഒക്കെ ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെയുള്ളൊരു ഷോയിൽ വരിക എന്നുള്ളത്. അപ്പോൾ അവർക്കൊരു മുന്നറിയിപ്പും കരുതലും കൂടി ഉണ്ടാവില്ലേ? സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസത്തോടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പെണ്ണ് പിഴച്ചു എന്ന് പറയുന്നത് പോലെ ഒരാണ് പിഴച്ചു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഒരിക്കലുമില്ല. ആണിനെ നമ്മൾ എന്താ പറയാറുള്ളത്? അവൻ ചളി കണ്ടാൽ ചവിട്ടും, വെള്ളം കണ്ടാൽ കഴുകും. എന്താ പിന്നെന്താണ്? വേറൊരു ചൊല്ലും കൂടി ഉണ്ട് അതിന് ഉദാഹരണമായിട്ട്, മുള്ള് വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും കേട് ഇലയ്ക്കാണ് എന്ന് പറയുന്ന അങ്ങനെ അടക്കം ആണുങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമില്ലാത്ത സൊസൈറ്റി തന്നെയാണ് ഇന്നും നമ്മൾ അനുഭവിക്കുന്നത്. എപ്പോഴും സ്ത്രീകളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നതല്ല. കാരണം പുരുഷനും സ്ത്രീയും ഒരുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ സ്ത്രീകളുടെ ഒരു ബോഡി പൊളിറ്റിക്സ് പറയുകയും, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കാം. പല സ്ഥാനമാനങ്ങളും നേടുന്ന പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്. പുരുഷന്മാർ സ്ഥാനമാനങ്ങൾ നേടുമ്പോൾ പെട്ടി താങ്ങിയിട്ടാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾ പറയുമ്പോൾ അത് അവൻ്റെ കൂടെ കിടന്നിട്ടാണ് എന്ന് പറയുന്ന ഒരു രീതി കാലങ്ങളായിട്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ എന്ന് നിങ്ങൾ കരുതിക്കോളൂ. ഞാൻ രാഷ്ട്രീയ പ്രവർത്തക കൂടി ആയതുകൊണ്ട്, അത്തരത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട്, സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യുമ്പം പലപ്പോഴും സ്ത്രീയുടെ ശരീരവും അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും വരുന്നു എന്നുള്ള സ്വാഭാവികത ഉള്ളതുകൊണ്ടാണ് സ്ത്രീകൾ ഏത് മേഖലയിലും പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചൂഷണം ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. അതിൽ പുരുഷന്മാർക്ക് ഉണ്ടാവുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സ്ത്രീകൾ ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ട് അല്ലല്ലോ ഇതൊന്നും നടക്കുന്നത്. ഒരു പുരുഷൻ കൂടെ പോകുന്നതുകൊണ്ടല്ലേ. സ്ത്രീയുടെ കാര്യം വരുമ്പോൾ നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സ്ത്രീയെ ഉപദ്രവിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഒരു പുരുഷനെ നിനക്ക് ജോലി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ എന്തായാലും വശീകരിക്കാൻ സാധ്യതയില്ല. താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല, ഇത് ഇവിടെ മാത്രമൊന്നുമല്ല, എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവാം. താല്പര്യമുള്ളവർ പോയിക്കോട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യമൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വാതന്ത്ര്യമൊക്കെ അവർക്കുണ്ട്. അത് വ്യക്തിഗത സ്വാതന്ത്ര്യമാണ്. അത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പോവുക, അവർ ആസ്വദിക്കുക. അത് നമ്മൾ പോകാൻ താല്പര്യമില്ലാത്തവരെ നിർബന്ധിക്കരുത്, ഉപദ്രവിക്കരുത്. ഇത്രയേ ഉള്ളൂ. സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ആർക്കും ഇവിടെ ആരും സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനവൻ്റെ ശരീരവും മനസ്സും സ്വതന്ത്രമായിരിക്കേണ്ട അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. അതിലിപ്പം ഇവിടെ ഗൾഫിൽ വന്നിട്ട് ഒരാൾ സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ നിയമങ്ങൾ നിങ്ങൾ പറഞ്ഞു, ആ നിയമങ്ങൾ അറിയാത്ത സ്ത്രീകളായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബോധവൽക്കരണം നിങ്ങളുടെ ചാനലുകൾ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ക്ലാസ്സുകൾ കൊടുക്കണം. ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ബോധവൽക്കരണം നിങ്ങൾ കൊടുക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രശ്നം വരിക എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂ വരുമ്പോഴല്ലേ പ്രശ്നം വരിക. ആ പ്രശ്നം വരുന്ന അത്തരത്തിൽ നിയമത്തിലേക്ക് പോകുന്ന രീതിയിൽ പ്രശ്നം ഇവിടെ വരാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത്. ആർക്കെങ്കിലും പ്രശ്നം വരണ്ടേ?